സൂപ്പർ ഹിറ്റ് മലയാളം ചിത്രം കണ്ടിരിക്കുമ്പം നമ്മൾ കൈയടിക്കത്തില്ലേ, അതുപോലായിരുന്നു അർജൻറ്റീന ഇംഗ്ലണ്ട് തമ്മിലുള്ള ഇന്നലത്തെ മത്സരം. രാത്രി ഉറക്കം നിന്ന്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രാൻസുമായിട്ടുള്ള കളി കണ്ടപ്പം ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ കളി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടി ഉണർന്നു. പിന്നെ ഒരുപോലെ കണ്ണടയ്ക്കാൻ തോന്നിയിട്ടില്ല. കാരണം അതുപോലത്തെ കളിയായിരുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളൊരു സൂപ്പർ ഹിറ്റ് ചിത്രം കാണുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായത്. ആദ്യ പകുതി പൊതുവേ വലിയ സംഭവബഹുലമായ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആക്ഷൻ രംഗങ്ങളൊക്കെയാണ്, ബിൽഡപ്പ് ചെയ്യാനുള്ള സമയമാണെന്ന് തോന്നുന്നു ആദ്യത്തെ 45 മിനിറ്റ്. അതിനുശേഷം രണ്ടാം പകുതി തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ മൊത്തം പുകയും എന്തോന്നുമൊക്കെയായിരുന്നു. കാരണം പിന്നെ ഒരു ത്രില്ലർ ഭാഗത്തിൽ ഏത് നിമിഷവും എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ കണ്ടത്. കാരണം ഇംഗ്ലണ്ട് ഒരു ഗോൾ അടിച്ചതിന് ശേഷം മൊത്തം അർജൻറ്റീന കയറി അങ്ങ് മേഞ്ഞു എന്ന് പറയാം. നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലയോ, ചിലവർ വന്നിട്ട് വില്ലന്മാർ വന്ന് ഞോണ്ടിയിട്ട് പോകും, കയറി നായകനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നൊന്ന് ഞോണ്ടിയിട്ട് പോകും. നായകൻ പിന്നെ ഒരു ഇറക്കമുണ്ട്, അപ്പോഴത്തേന് അവിടെ മൊത്തം ചുട്ടു അരിക്കുന്ന അവസ്ഥയിലേക്ക് വരും അല്ലേ. അതേ തന്നെയാണ് ഇന്നലെ എനിക്ക് തോന്നിയത്. നായകൻ ഇതല്ല, മെസ്സി എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ഫുട്ബോളിൻ്റെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് കയറി ഒന്ന് ചൊറിഞ്ഞിട്ട് പോയി, ഒരു ഗോളടിച്ചു. പിന്നെ സംഭവിക്കുന്നതെല്ലാം ഇങ്ങിൽ നിന്നുള്ള കയറ്റമായിരുന്നു. അങ്ങേരങ്ങ് ഇറങ്ങുകയാണ്. അങ്ങേറെ കൂട്ടത്തിൽ അങ്ങേറെ പിള്ളേരും ഈ തല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന ചില ആളുകൾ. നമ്മൾ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിനകത്ത് തിലകം പറയുന്നുണ്ട്, 11 പേരും കൂടെ ഇറങ്ങി അങ്ങ് മെതിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ കയറിയും മെതിച്ചു. എനിക്ക് തോന്നുന്നു രണ്ടാം പകുതി ഗോള് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാത്ത അവസ്ഥ. ഏത് നിമിഷവും ഗോളുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതിനകത്ത് ഗോളി മാത്രം ഉണ്ടായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഈ ഗോളി ഇല്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 3-4 ഗോള് ഈ 10-20 മിനിറ്റിനുള്ളിൽ വീഴുമെന്ന് തോന്നുന്നു. ആ അവസ്ഥയായിരുന്നു. കാരണം അങ്ങ് മേഞ്ഞു, കയറി അങ്ങ് മേഞ്ഞു. നായകനുണ്ട്, എന്തിനും തയ്യാറായ നായകൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം അവർക്ക് എന്ത് പേടിക്കാനല്ലേ. ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ലോകോത്തര താരം അവിടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും പേടിക്കാനില്ല. അത് വിങ്ങിൽ നിന്നുള്ള പാസ് ഏതു നിമിഷവും എന്ത് സംഭവിക്കാമെന്ന രീതിയിൽ തന്നെ ക്രോസ് പാസും ഒക്കെ കൊടുത്ത് ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു എന്ന് പറയാം. ഇംഗ്ലണ്ട് ഒന്നും ചിത്രത്തിൽ ഇല്ലാതാകുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമാക്സ്. ആദ്യം സമനില ഗോള് നേടി, പിന്നെ നമ്മൾ വിചാരിച്ചു ഏത് നിമിഷവും ഗോളടിച്ച് വിജയിക്കുക എന്ന് വിചാരിച്ചെടുത്ത് തന്നെ അവിടെ ഗോൾ വീണു. എക്സ്ട്രാ ടൈമിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ഞങ്ങളിവിടെ ഇത് തീർക്കുക എന്ന് മെസ്സി പറയുന്നിടത്ത് കാര്യങ്ങൾ കൊണ്ടുവരുത്തി. മെസ്സിയുടെ സുന്ദരമായൊരു പാസ്. പലപ്പോഴും പലരും പറയാറുണ്ട് ഈ ഗോൾ അടിക്കുക എന്നുള്ള ചിലരുടെയൊക്കെ വ്രതമായി മാറാറുണ്ട്. പലരും പെനാൽറ്റി ബോക്സിലൊക്കെ കയറി നിൽക്കാറുണ്ട്. കാരണം ബോള് മറ്റുള്ളവർ കൊണ്ടുവരുമ്പോൾ അത് അടിച്ച് തൻ്റെ പേരിൽ ഗോളാക്കുക എന്നുള്ള ചിന്താഗതിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നേരെ വ്യത്യസ്തമാണ്. മെസ്സിയെ സംബന്ധിച്ച് മെസ്സി നോക്കുമ്പം തന്നെ കൊണ്ട് ഗോൾ പോസ്റ്റിൽ തനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നു. കാരണം മെസ്സിയെ 2-3 പേരൊക്കെ മെസ്സി ബോൾ എടുക്കുമ്പോൾ 2-3 പേരൊക്കെ അങ്ങ് വളയുക. മെസ്സിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴത്തേന് മെസ്സി സെൻട്രലിൽ നിന്നും മാറി വിങ്ങിലേക്ക് ഉണ്ടെന്നുള്ള. വിങ്ങിൽ നിന്ന് മെസ്സിയുടെ ഒരു കയറ്റമുണ്ട്. കാരണം ഇംഗ്ലണ്ടുകാർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനൊരു മെസ്സിയെ. ഗോള് അടിക്കുക മാത്രമല്ല അടിപ്പിക്കാനും തന്നെ കൊണ്ട് പറ്റും എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. കാരണം 2 റോഫും മെസ്സിയുടെ ആണെന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് അളന്ന് കുറിച്ചുള്ള പാസുകൾ കൊടുക്കുക, അതുകൊണ്ട് ഗോൾ അടിപ്പിക്കുക. ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇംഗ്ലണ്ട് വിചാരിച്ചത്, ഇന്നലെ ഇംഗ്ലണ്ട് ഈ കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നത് മെസ്സിയെ ഉറക്കി കിടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടുകാരെ ഉറക്കി കിടത്തി എന്ന് പറഞ്ഞാൽ മതി. അങ്ങേരെ സത്യം പറഞ്ഞാൽ പലരും പറയാനുണ്ട്, അങ്ങേരെ കയറി വെല്ലുവിളിക്കരുത്, അങ്ങേരെ ചൊറിയാൻ പോകരുത്. കാരണം പുള്ളി ശാന്തനാണ്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് മെസ്സി എന്ത് കളിക്കാരനാണ്. കാരണം ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ ചുമ്മാതെ നടക്കുന്നത് കാണാം. പക്ഷേ ബോള് കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ വിധം മാറും. ആ വസ്തു തന്നെയാണ് ഇംഗ്ലണ്ടുകാർക്ക് ശരിക്കും മനസ്സിലായി. ഇംഗ്ലണ്ടുകാരെ പലപ്പോഴും മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മെസ്സിക്കെതിരെ ഇംഗ്ലണ്ട് കളിച്ചിട്ടില്ല എന്നുള്ള
ആ സത്യം ഇംഗ്ലണ്ടുകാർക്ക് ഇന്നലെ കൃത്യമായിട്ട് മനസ്സിലായി. മെസ്സി എന്താണെന്നും മെസ്സി എന്തുകൊണ്ട് എല്ലാവരും പേടിക്കുന്നുവെന്നും കൃത്യമായിട്ട് ഇംഗ്ലണ്ടിന് മനസ്സിലായി. അതുപോലെ ഈ സാമ്പാർ മുന്നണിയുണ്ട്. മെസ്സി അർജൻറ്റീനയ്ക്കെതിരെ നിൽക്കുന്ന കുറച്ച് സാമ്പാർ മുന്നണിയുണ്ട്. കാരണം ഇത്രയും നാളും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടാണ്. നമ്മൾ പലപ്പോഴും നോക്കുമ്പം ബ്രസീലായാലും ബ്രസീലായാലും ഫ്രാൻസ് ആയാലും ഈ തോറ്റ ടീമുകളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇന്നലെ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യും. അർജൻറ്റീനയ്ക്ക് ഒറ്റ ആളേ ഉള്ളൂ. അത് അർജൻറ്റീന ഫാൻസിനെ സംബന്ധിച്ച് അർജൻറ്റീന മാത്രം. അത് തോറ്റാലും ജയിച്ചാലും അതാണ് അവരുടെ ഒരു പവർ. അപ്പോൾ ആരാധകർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ തങ്ങളുടെ ഗ്രൗണ്ടിൽ തങ്ങളുടെ എന്താ പറയുന്നത് ഗോട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ കാര്യങ്ങൾ നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അർജൻറ്റീന ഫാനാണ് ഞാൻ, മെസ്സി ഫാൻ. മെസ്സി മാജിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 80 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് പേടിയായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഗോളിന് പിന്നാലായാലും അങ്ങേര് അവിടെ ഉണ്ട്, അങ്ങേര് തിരിച്ചടിച്ചോളും എന്ന് നമ്മുടെ ഒരു വിശ്വാസമുണ്ട്. അത് കൃത്യമായിട്ട് കുറച്ച് എനിക്ക് തോന്നുന്നു 3-4 മത്സരങ്ങളിൽ അങ്ങേര് കാണിച്ചു തരുന്നു, ഇപ്പോഴും കാണിച്ചു തന്നിട്ടിരിക്കുക. കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സി ഈ കുഞ്ഞൻ ടീമിനെതിരെയാണ് മെസ്സി കളിക്കുന്നത്, അർജൻറ്റീന കളിച്ചു വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ ഇംഗ്ലണ്ടിനെയും അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് സ്പെയിനാണ്. ഈ കളി പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ചില ദിവസങ്ങൾ അവർക്ക് നിർണായകമായി മാറും. ചിലവർക്ക് ആ ദിവസം വളരെ മോശമായി. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൻ്റെ പല കളിക്കാരും ഇന്നലെ വളരെ നിറം മങ്ങി കളിക്കുന്ന നമ്മൾ കണ്ടു. പക്ഷേ നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച കളി കളിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അർജൻറ്റീനയുടെ ദിവസമായിരുന്നു. അർജൻറ്റീന കളിച്ച 3-4 കളി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നിട്ട് നിന്നതിന് ശേഷം അടിച്ചു കയറുന്ന ഒരു കഴിവുണ്ടല്ലോ, ഒരു അപാര കഴിവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അർജൻറ്റീന കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയല്ല, അവരുടെ ടീമിന് വേണ്ടിയാണ്. അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയാണ്, അവരുടെ ക്യാപ്റ്റന് വേണ്ടിയാണ്. അതിലെ പല കാര്യങ്ങളും അത് നമ്മൾ കണ്ടു. മെസ്സി ഫൗൾ ചെയ്ത് മെസ്സി താഴെ വീണ് കിടന്നപ്പം ആ ഗ്രൗണ്ടിലേക്ക് അവിടെ മെസ്സിക്ക് ചുറ്റും ഒരു 10 പേര് ഒന്നിച്ച് നിന്നു എന്നുള്ളതാണ്. അവിടെ ഞാനതാണ് പറഞ്ഞത്, തല്ലാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ നേതാവിന് വേണ്ടി എന്നാണ് അവരുടെ ഒരു രീതിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അത് കൃത്യമാണ്. മെസ്സി എന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മെസ്സിയെ സംബന്ധിച്ച് എനിക്ക് ഗോളടിക്കണമെന്നില്ല, ടീം ജയിച്ചാൽ മതി. ഞാൻ ഗോളടിക്കാൻ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഗോൾ അടിപ്പിക്കും. ഈ 2 മെസ്സി ആയാലും ഭയപ്പെടേണ്ടത് തന്നെയാണ്. സ്പെയിനെ സംബന്ധിച്ച് ഈ കളി കണ്ടു കാണും. സ്പെയിനും ഒന്ന് ഒരുങ്ങിയിരിക്കുന്നത് നല്ലതാണ്. മെസ്സിയെ ഉറക്കിക്കിടത്താനൊന്നും പറ്റില്ല. അങ്ങേരുടെ വഴിക്ക് വിടുക. കാരണം അങ്ങേരെ വെല്ലുവിളിക്കാൻ പോകരുത്. വെല്ലുവിളിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാകും. അത് 100% ഉറപ്പാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ. ഏതായാലും ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ആഘോഷത്തിൻ്റെ രാവുകളായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പോളെ കാണാൻ 2 ദിവസം കൊണ്ട് അടച്ചിട്ടില്ല. ഇനിയും വിശ്രമ ദിവസമാണ്. നന്നായി ഉറങ്ങണം, പിന്നെ ഫൈനലിന് വേണ്ടി കാത്തിരിക്കണം. അപ്പം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന, മെസ്സിയെ ഇഷ്ടപ്പെടുന്ന, അർജൻറ്റീനയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ.